അവൻ നിക്കണം നിക്കാൻ മാർക്ക് വണ്ണ മാർക്ക് ചെയ്ത് വെച്ചവനാണെന്നാ തോന്നുന്നത്. എങ്കിലും അവനെ റോഡിൽ നിന്ന് കോരിയെടുത്താൽ മതി. വണ്ടി നടത്താൻ നിർത്താൻ മിസ്സായില്ല. അവൻ എങ്ങോട്ടാണ് പോയത്? അറിയില്ല. തൽക്കാലം പോട്ടറാ. ഇനിയും അവനെ നമ്മുടെ കയ്യിൽ കിട്ടും. ഇപ്പൊ അവനെ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ നെഞ്ച് കലക്കി വിടായിരുന്നു. മിസ്സായല്ല. അവനെ എന്ന് കണ്ടെത്തുമെന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് വരുമ്പോഴാ അവൻ മുന്നിൽ വന്ന് പെട്ടത്. അവൻ നമ്മളെ ഭയന്ന് നടക്കൂടാ. ഭയക്കാതിരിക്കാൻ പറ്റുമോ? കൈ കിട്ടിയാലേ കാലെ പിടിച്ച് നിലത്തടിക്കുമെന്ന് അവൻ അറിയാം. ഈ നാട്ടിൽ അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ കിടന്ന് കുറെ ഓടേണ്ടി വരും മാർക്കോ. ഓടിയില്ലെങ്കിലേ അവനെ ഞാൻ ഓടിക്കും. നമ്മുടെ പ്രതീക്ഷകളും പ്രയത്നങ്ങളും പാഴായി പോവാണല്ലോടാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കണ്ണൻ മരിക്കുന്നതായിരുന്നു എല്ലാവരുടെയും സന്തോഷം. അപ്പോഴും ഞാൻ പറഞ്ഞതാ കണ്ണനോടൊപ്പം തന്നെ ആ മാർക്കോയും തീരണമെന്ന്. ഇതിപ്പോ രണ്ടുപേരും തീർന്നില്ലല്ലോ. തീർന്നില്ല. ഇപ്പോ എന്നെ തീർക്കാനായിട്ട് നടക്കുക ആ മാർക്കോയും ലോപ്പസും ഒക്കെ. അങ്ങളെ തലനാരിഴയ്ക്ക ഞാൻ രക്ഷപ്പെട്ടത്. ആ പിന്നെ അങ്കിളും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവനറിയാം ഇതിനൊക്കെ പിന്നില് എനിക്കൊപ്പം അങ്കിളും ഉണ്ടെന്ന്. നീ എന്റെ പേര് വല്ലതും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? പറയാതെ തന്നെ അവനെല്ലാം അറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ മഹാലക്ഷ്മിക്ക് എന്നോടുള്ളതിനേക്കാൾ ദേഷ്യം അങ്കിളിനോട്. അതുകൊണ്ട് അവൾ അങ്കിളിനെയും കൈകാര്യം ചെയ്യണമെന്ന് മാർക്കോട് പറയുന്നുള്ള കാര്യം ഉറപ്പാ. അത് ശരിയാടാ മേഘ. ഇനിയിപ്പോ അങ്കിൾ അധികം വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങണ്ട. എന്തായാലും മഹാലക്ഷ്മിയുടെ അമ്മയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് അവൻ വീട്ടിൽ കയറി തല്ലി കൊല്ലത്തൊന്നുമില്ല. പക്ഷെ എന്റെ കാര്യമാണ് കഷ്ടം. എന്റെ വീട്ടിലോട്ട് വരാൻ അവൻ മടിക്കില്ല.